ഹലോ ഫ്രണ്ട്സ്, മദേഴ്സ് ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഈസി ആയിട്ടുള്ളൊരു മോര് കറിയുടെ റെസിപ്പിയുമായാണ്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്, ഉലുവ 1 ടീസ്പൂൺ, ചെറിയ ഉള്ളി 3 എണ്ണം, ഇഞ്ചി 1 ടീസ്പൂൺ, വെളുത്തുള്ളി 1 ടീസ്പൂൺ, പച്ചമുളക് 2 എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം, തൈര് 1/2 ലിറ്റർ, വെള്ളം 1 കപ്പ്. പിന്നെ താളിക്കാൻ എണ്ണ, കടുക്, കറിവേപ്പില, വറ്റൽമുളക്. ഇനി നമുക്ക് പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് പാൻ ചൂടായതും അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി ചേർത്ത് കൊടുക്കാം, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ച സ്മെല്ലൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ച മണമൊന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലോട്ട് 1/2 ലിറ്റർ തൈര് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. കൂടെ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള തൈരിൻ്റെ തിക്നെസ്സിനനുസരിച്ച് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഞാനിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇത് തിളയ്ക്കാൻ പാടില്ല. തൈരായതുകൊണ്ട് അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതൊന്ന് ചൂടാവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം സ്റ്റീം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതിലോട്ട് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായതും ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതും ഇതിലോട്ട് കടുകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതെടുത്ത് മോര് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള മോര് കറി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.